ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണനെ മൂത്ത മകനായി കണ്ട് സ്നേഹിച്ചിരുന്ന ആ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കണ്ണൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട്. പഴയ അമ്മയെ തിരികെ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞ് കണ്ണനും ഇമോഷണൽ ആകുന്നു. വാമദേവനാണ് എൻ്റെ മനസ്സിൽ സ്വത്തിനും പണത്തിനോടുള്ള ആർത്തി ഉണ്ടാക്കി വെച്ചതെന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അച്ഛനെ അയാൾ അമ്മയെ കൊണ്ട് രണ്ടാം വിവാഹം കഴിപ്പിച്ചതും അച്ഛൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ കണ്ടിട്ടാണെന്നും കമ്പനിയിൽ അധികാരം സ്ഥാപിക്കാനായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ, അയാളുടെ വാക്ക് കേട്ട് ഓരോന്ന് ചെയ്തു കൂട്ടിയപ്പോൾ അയാൾ എൻ്റെ വിശ്വേട്ടനെ കൊന്നിട്ടാണ് എന്നോട് സ്നേഹം കാണിക്കുന്നതെന്നും ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് കരുണ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് അമ്മയുടെ ഈ മാറ്റമൊക്കെ സത്യം തന്നെയാണോ എന്ന് കരുണ ചോദിക്കുമ്പോൾ, അച്ഛനെ അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് കണ്ണേട്ടനെ അമ്മ മൂത്ത മകനായി കണ്ടാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് അമ്മയുടെ ഈ മാറ്റം സത്യം തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് ഉണ്ണി. തുടർന്ന് കരുണ അച്ഛൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞാലും കേസ് തീരില്ല എന്നും ഇത്രയും വർഷത്തെ നഷ്ടപരിഹാരം മരിച്ച ആളുടെ കുടുംബത്തിന് കൊടുക്കാനായിട്ട് കോടതി വിധിച്ചു കഴിഞ്ഞാൽ വലിയൊരു തുക അച്ഛൻ തരേണ്ടി വരും, അതിൽ നിന്നും അച്ഛനെ ഒഴിവാക്കിയ കൂടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്നും എൻ്റെ ജീവിതം തന്നെയാണ് നിൻ്റെ അച്ഛൻ തകർത്തത്, അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ ജുവല്ലറിയോ ഫൈനാൻസിയേഴ്സോ ഏതെങ്കിലും ഒന്ന് എനിക്ക് സ്വന്തമായെന്നെല്ലാം പറയുമ്പോൾ, എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ എന്നായാലും നമുക്ക് തന്നെ അവകാശപ്പെട്ടതല്ലേ എന്ന് കരുണ ചോദിക്കുമ്പോൾ, എനിക്കല്ല അത് നിനക്ക് മാത്രമാണെന്നും നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശം ഉണ്ടാകുമെന്ന് ഉണ്ണി പറയുമ്പോൾ, ഉണ്ണിയേട്ടൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ വളരുന്നത്, അതുകൊണ്ട് അച്ഛൻ്റെ സ്വത്തുക്കൾ നമ്മുടെ കുഞ്ഞിന് കിട്ടൂ എന്ന് കരുണ പറയുമ്പോൾ, ഇനിയിപ്പോൾ കരുണയ്ക്ക് അധികം സ്വത്തൊന്നും ബാക്കിയില്ല. കാരണം കരുണയുടെ മുത്തശ്ശി സ്വത്തെല്ലാം തൻ്റെ പേരിൽ എഴുതി തന്നു കഴിഞ്ഞു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയെ ഒഴിവാക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം തന്നേ പറ്റൂ എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി കരുണയോട്. ഒടുവിൽ സഹികിടന്ന കരുണ, നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് നിങ്ങളുടെ ഏട്ടൻ, ലക്ഷ്മിയെയും കുഞ്ഞിനെയും പൊന്നുപോലെയാണ് കണ്ണേട്ടൻ നോക്കുന്നതെന്ന് പറയുമ്പോൾ, അയാൾക്ക് പൊന്നുപോലെ നോക്കാം, 15 തലമുറയ്ക്കെങ്കിലും കഴിയാനുള്ള സ്വത്തുക്കൾ അയാളുടെ കയ്യിലുണ്ട്, എൻ്റെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് ജയിലിൽ വെച്ച് ലക്ഷ്മിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ, കരുണയ്ക്ക് അവളുടെ മുന്നിൽ ജയിക്കാനായിട്ട് ഒരു കാരണവുമില്ലേ, ഉണ്ണിക്ക് നടക്കാൻ സാധിക്കും, കണ്ണൻ ഈ ജന്മം അതിന് കഴിയില്ലല്ലോ എന്നെല്ലാം വാമദേവൻ പറയുമ്പോൾ, ആര് പറഞ്ഞു കണ്ണൻ നടന്നു തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നും, തുടർന്ന് അന്ന് മോഹിനിയുടെ പിറന്നാൾ ദിവസം കരുണാലയത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം വാമദേവനെ അറിയിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അത് കേട്ട് ഞെട്ടിവരിച്ചു പോവാണ് വാമദേവൻ. അതിൽ നിന്ന് തന്നെ അന്ന് മേഘനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് മാർഗോ അല്ല, കണ്ണൻ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ വാമദേവൻ. പിന്നീട് ദുർഗ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് സന്തോഷത്തിൽ ദുർഗയുടെ അടുത്തേക്ക് വരുന്ന കരുണ, അപ്പോൾ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ, അതുകൊണ്ടല്ലേ പലഹാരങ്ങളൊക്കെ വറുത്ത് കോരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് നിനക്ക് തരാനാണെന്ന് ആര് പറഞ്ഞു, ഇതെൻ്റെ മോൾ മഞ്ജുവിനുള്ളതാണ്, അവൾക്ക് കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എടുത്തോ എന്ന് ദുർഗ പറയുന്നത് കേട്ട് ചൂളി പോകുന്നുണ്ട് കേട്ടോ കരുണ. ഉണ്ണിയേട്ടൻ്റെ കുഞ്ഞ് തന്നെയല്ലേ എൻ്റെ വയറ്റിലുള്ളതെന്ന് കരുണ ചോദിക്കുമ്പോൾ, നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അവനോടും വെറുപ്പാണെന്നും, ഇതെൻ്റെ പേരക്കുട്ടിയല്ല, എൻ്റെ ഭർത്താവിൻ്റെ കൊലയാളിയായ നിൻ്റെ അച്ഛൻ്റെ പേരക്കുട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ വാമൻ എന്ന് പറഞ്ഞ ദുഷ്ടൻ്റെ വാക്ക് കേട്ട് എൻ്റെ കണ്ണൻ മോനോട് ഞാൻ പല ക്രൂരതകളും ചെയ്തു, മരുന്ന് മാറ്റി വെച്ചതുപോലും അയാൾ പറഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ കണ്ണൻ ഇപ്പോൾ നടന്നു തുടങ്ങേണ്ടതാണ്. കണ്ണനാണ് ഇനി എൻ്റെ മൂത്ത മോൻ, അവൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് മഹാലക്ഷ്മിയെ പോലെ ഒരു ഭാര്യയെ അവന് കിട്ടിയത്. ഉണ്ണിക്ക് അവൻ്റെ അമ്മാവൻ്റെയും ആ മേഘൻ്റെയൊക്കെ സ്വഭാവമാണ്, അതുകൊണ്ടാണ് നിന്നെപ്പോലെ ദുഷ്ടയായ ഒരു പെണ്ണിനെ അവന് ഭാര്യയായിട്ട് കിട്ടിയത് എന്നും തുറന്നടിച്ച് പറയുമ്പോൾ, അത് കേട്ട് ശരിക്കും അപമാനിക്കപ്പെട്ടതുപോലെ ആവുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് ദുർഗ മഹിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ ലേഖയ്ക്കാണെങ്കിൽ ദുർഗ വന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, മഹിയുടെ കുഞ്ഞ് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിരുന്നില്ലേ എന്നെല്ലാം ലേഖ പറയുമ്പോൾ, മോൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത്രയ്ക്ക് വലിയ തെറ്റുകളാണ് ഞാൻ കണ്ണൻ മോനോടും ലക്ഷ്മി മോളോടും ഒക്കെ ചെയ്തത്. തുടർന്ന് ഞാൻ കുറച്ച് കുഞ്ഞുടുപ്പുകൾ വാങ്ങിയിട്ടുണ്ട് മോളെ, അത് വേണ്ട എന്ന് പറയരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ പൊട്ടിക്കരയുമ്പോൾ സിമ്പതി തോന്നി പോകുന്നുണ്ട് കേട്ടോ മഹിക്ക്. മഹി ഇവരെയൊന്നും ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല, ചിലപ്പോൾ അടുത്ത എന്തെങ്കിലും ചതി ഇവർ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും എന്നെല്ലാം ലേഖ പറയുമ്പോൾ, ഇല്ല മോളെ, മരിച്ചുപോയ എൻ്റെ വിശ്വേട്ടൻ്റെ ആത്മാവാണ് സത്യം, ഒരിക്കലും ഇനി എനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകില്ല, ഇത്രയും കാലം ചെയ്തു കൂട്ടിയതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്നും പറഞ്ഞുകൊണ്ട് ദുർഗ പൊട്ടിക്കരയുന്നുണ്ട്. ഇനി എനിക്ക് മഞ്ജുവിനെ കൂടി ഒന്ന് കാണണം, അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവളുടെ ആദ്യത്തെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊന്ന ഒരു ദുഷ്ടയാണ് ഞാൻ,
അതിനെല്ലാം എനിക്ക് അവളോട് ഇത്തവണ പ്രായശ്ചിത്തം ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ദുർഗ പോയി കഴിഞ്ഞതിന് ശേഷം കണ്ണേട്ടൻ്റെ അമ്മയുടെയും മാറ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ഇപ്പോൾ അവർ പോകുന്നുണ്ടല്ലോ, അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു കുഴപ്പവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നെല്ലാം മഹി പറയുമ്പോൾ അവർ കുഴപ്പക്കാർ തന്നെയാണ് മഹി. എന്ത് ചതിയാണ് അവർ മനസ്സിൽ കണ്ടിട്ടുള്ളതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അവരുടെ നാടകത്തിലൊന്നും ഒരിക്കലും നമ്മൾ വീണു പോകരുത് എന്നും ലേഖ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ മഹിയെ. പിന്നീട് ദുർഗ മഞ്ജുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദുർഗയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് മഞ്ജുവിന്. ഇങ്ങോട്ട് വരണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞതില്ലേ, പിന്നെ എന്തിനാ വന്നതെന്ന് മഞ്ജു ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഇത് കുറച്ച് പലഹാരങ്ങളാണ് മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, മോളിത് വാങ്ങണമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ സാഗരനാണെങ്കിൽ അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. ഇതിൽ ഞങ്ങളുടെ കുഞ്ഞിനെ കളയാനുള്ള എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം, ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, ആരെയും കൊല്ലാൻ മടിയില്ലാത്ത കൂട്ടത്തിലാണ് നിങ്ങളെന്നെല്ലാം സാഗർ പറയുമ്പോൾ ഇല്ല മോളെ, അന്ന് മോളുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണെന്നും ഇതങ്ങനെയല്ല എന്നെല്ലാം ദുർഗ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ദുർഗയെ അവിടെ നിന്നും ആട്ടിയിറക്കി വിടുകയാണ് കേട്ടോ മഞ്ജുവും സാഗറും ചേർന്ന്. അങ്ങനെ ചങ്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും പടിയിറങ്ങി പോകുന്നു. ഇതേ സമയം കരുണയാണെങ്കിൽ ചില ക്രൂര പദ്ധതികൾ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെ അപമാനിച്ചിട്ട് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നെല്ലാം മനസ്സിൽ സ്വയം പറയുന്നുണ്ട്. അതായത് തന്നെ തള്ളിക്കളയുന്ന അപമാനിക്കുന്ന ദുർഗയ്ക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് കരുണ മനസ്സുകൊണ്ട് പദ്ധതി ഒരുക്കുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്